എന്താണ് ഏറ്റവും വലിയ തമാശ എന്ന് വെച്ചാൽ ഇത്തരം ചെറിയ ചെറിയ ആളുകൾക്ക് അവരുടെ സ്ഥിരം വരുന്ന കസ്റ്റമേഴ്സിൻ്റെ നമ്പർ പോലും, പണ്ടൊക്കെ നമ്പർ മനസ്സിൽ ഓർത്തിരിക്കുക, ഇപ്പോൾ ഫോണിൽ വെറുതെ കുറിച്ചിടാവുന്നേ ഉള്ളൂ, ഫോണിൽ പോലും നമ്പർ ഉണ്ടാവില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടം. നമുക്ക് കസ്റ്റമേഴ്സ് ഇനിയുണ്ട്, ഒരുപാടുണ്ട്, വൈഡായിട്ട് പോകണം. അത് ബിസിനസ്സിനനുസരിച്ചിട്ടും കസ്റ്റമേഴ്സിന്റെ നേച്ചറിനനുസരിച്ചിട്ട് ഫിയർ ഫാക്ടേഴ്സ്, നമ്മൾ സംസാരിക്കുമ്പോൾ എങ്ങനെ സംസാരിക്കണം, ഇനി ഇതൊക്കെ ആണെങ്കിൽ കൂടെയും കസ്റ്റമർ പേ ചെയ്യണമെന്നില്ല. ഇതൊക്കെ എൻ്റെ റൈറ്റ് ആണ്, ഇതൊക്കെ എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടും. ചില കസ്റ്റമേഴ്സ് നെഗോഷിയേറ്റ് ചെയ്യും. എന്തൊക്കെ വന്നാലും പൈസ ഒന്ന് കുറയ്ക്കാൻ പറയും, ഇല്ലെങ്കിൽ അവർ ഹാപ്പി ആവില്ല. നീ എങ്ങനെയൊക്കെ റാപ്പ് ബിൽഡ് ചെയ്താലും പൈസ ഒരു 10 പൈസ കുറച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ ഹാപ്പി ആവില്ല. അപ്പൊ ഇവിടെയൊക്കെ മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മുടെ ടാർഗറ്റ് കസ്റ്റമേഴ്സിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അവസാനം ക്ലോസ് ചെയ്താലേ ഉള്ളൂ ഡാറ്റ ആവുള്ളൂ. നമ്മളിതൊക്കെ കളിച്ച് ഇതൊക്കെ ചെയ്ത് എല്ലാം ചെയ്തിട്ടും കാര്യമില്ല. ക്ലോസിംഗ് ആണ് ഒരു സെയിൽസ്മാന്റെ ക്വാളിറ്റി നമ്മൾ നിർണ്ണയിക്കുന്നത്. അവിടെ ഹനീഫിക്ക് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, എങ്ങനെ കസ്റ്റമേഴ്സിനെ ക്വാളിഫൈ ചെയ്യാം എന്നുള്ളത്. നമ്മുടെ ഇനീഷ്യൽ ചോദ്യം അതായിരുന്നു. ഇവിടെ നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ, ഒരു പുതിയൊരു ബിസിനസ് തുടങ്ങുന്ന ഒരാളാണ്, പുതിയ കസ്റ്റമേഴ്സിനെ ഉണ്ടാക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, തുടക്കത്തിൽ ഉണ്ടാക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി അയാൾ എഡ്യൂക്കേറ്റ് ചെയ്ത് അയാൾ ഓരോ കാര്യങ്ങൾ പഠിച്ച് ഡേറ്റ വെച്ചിട്ടാണ് അനാലിസിസ് നടത്തുക. അപ്പോൾ ഡേറ്റ കളക്ഷനാണ് ഇമ്പോർട്ടൻറ്റ്. ഇപ്പം ബിസിനസ് വോളിയാണ്, അങ്ങനെ ഒരാൾ വരുമ്പോൾ എത്ര ബിസിനസ് ചെയ്തു, എന്തൊക്കെയാണ് അയാൾ വാങ്ങിച്ചത്, ഈ ഡേറ്റ കളക്ട് ചെയ്തുകൊണ്ടേയിരിക്കണം. നമ്മൾക്ക് ഓൾറെഡി ഇപ്പോൾ ഹനീഫിക്ക് 25 വർഷത്തോളമായിട്ട് കസ്റ്റമേഴ്സ് ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് കസ്റ്റമറിനെ ക്വാളിഫൈ ചെയ്യാൻ ഒരു എളുപ്പമാർഗ്ഗമുണ്ട്. ഇതിനാണ് ബയർ പേഴ്സണ എന്ന് പറയുന്നത്. തിയറിറ്റിക്കലി വെൽ പ്രൂവൺ ആയിട്ടുള്ള ബയർ പേഴ്സണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ബയർ നമ്മളുടെ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിനെ നമ്മൾ അനലൈസ് ചെയ്തിട്ട് ആ കസ്റ്റമേഴ്സിനെ തരംതിരിക്കുക ഇൻ ദ സെൻസ്, ആണാണോ പെണ്ണാണോ ഏറ്റവും കൂടുതൽ എൻ്റെ കസ്റ്റമർ. ഇപ്പോൾ 1000 കസ്റ്റമേഴ്സ് വന്നിട്ടുണ്ട്, എനിക്ക് 1000 റീറ്റെയിൻഡ് കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പോൾ കൂടുതൽ ആരാണ്, മെയിലോ ഫീമെയിൽ, ഏജ് ക്രൈറ്റീരിയ, ഫൈനാൻഷ്യൽ ക്രൈറ്റീരിയ, ഡിസ്റ്റൻസ്, ഈ എൻ്റെ ഷോപ്പിൽ നിന്ന് അവർ എത്രത്തോളം ദൂരത്തിലാണ്. ഇങ്ങനെ നമുക്കൊരു ക്വസ്റ്റ്യനെയർ ക്രിയേറ്റ് ചെയ്യാം. ഈ ക്വസ്റ്റ്യനെയർ ക്രിയേറ്റ് ചെയ്തിട്ട് ഇതിൽ എല്ലാ ടിക്കുകളും അല്ലെങ്കിൽ എല്ലാം കറക്റ്റായിട്ട് സിമിലറായിട്ട് വരുന്ന ഒരു പ്രൊഫൈൽ നമ്മൾ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ, എൻ്റെ ഐഡിയൽ കസ്റ്റമർക്ക് ഈ ക്വാളിറ്റിയൊക്കെ ഉണ്ടായിരിക്കുമെന്ന് കണ്ടാൽ, നാളെ ഒരാൾ ഒരു ഫ്രഷ് കസ്റ്റമർ, പുതിയൊരു കസ്റ്റമർ കയറി വരുന്ന സമയത്ത് ഈ ചോദ്യങ്ങൾ നമുക്ക് അയാളിലൂടെ റൺ ചെയ്താൽ, ഡയറക്റ്റായിട്ടല്ല, നമ്മൾ മനസ്സിലാക്കേണ്ട രീതി അറിഞ്ഞാൽ, ഈ ടിക്കെല്ലാം വീണിട്ടുള്ള ഒരു കസ്റ്റമർ ആണെങ്കിൽ നിങ്ങളുടെ ഐഡിയൽ കസ്റ്റമറായിട്ട് മാറാനുള്ള സാഹചര്യം കൂടുതലാണ്. പറഞ്ഞ മനസ്സിലായി? ഇതെല്ലാം ടിക്ക് പറഞ്ഞിട്ടുള്ള സാധനം അയാൾക്കും ഉണ്ടെങ്കിൽ അയാൾ പിന്നെ നമ്മളുടെ ഐഡിയൽ കസ്റ്റമർ ആവാനുള്ള സാഹചര്യം കൂടുതലാണ്. അതായിട്ടില്ലെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യനെയറിൽ എന്തോ പ്രശ്നമുണ്ട്. അപ്പൊ അവിടെ കറക്റ്റ് ചെയ്യണം, ഡേറ്റ കയറുകയാണ് വീണ്ടും ദിവസവും നമ്മൾ ഈ ഡേറ്റ നമ്മളെപ്പോഴും ഇൻപുട്ട് കൊടുത്ത് അത് അനലൈസ് ചെയ്തുകൊണ്ടേയിരിക്കണം, മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടേയിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനിയും ബെറ്റർ ആയിട്ട്. അപ്പോൾ നമ്മൾ കയറി വരുന്ന സമയത്ത്, ഇപ്പോൾ നിയാസിക്ക നമ്മുടെ ഒരു ഐഡിയൽ കസ്റ്റമറാണ്, അല്ലെ അലീഫ് ഒരു ഐഡിയൽ കസ്റ്റമറാണ്. അപ്പോൾ ഒരാൾ കയറി വരുന്നു, അയാളോട് കാര്യങ്ങൾ, സെയിൽസ്മാനോട്, എടാ മറ്റൊരു അലീഫ് വന്നിട്ടുണ്ട് നമുക്ക് പറയാൻ പറ്റും. അലീഫ് വന്നിട്ടുണ്ട്, അവർക്ക് സുഖമാണ്. എങ്ങനെയാണോ അലീഫിനെ ഡീൽ ചെയ്ത് അതേപോലെ ഡീൽ ചെയ്താൽ മതി, വളരെ ഈസി. അങ്ങനെ ഇതൊക്കെ നമുക്ക് ചെറിയ ഷോപ്പിൽ വരെ ചെയ്യാവുന്ന സ്ഥലത്ത് പോകേണ്ട ആവശ്യമില്ല. അതെ, നമ്മളെ കസ്റ്റമേഴ്സ് ആരാണെന്നും അവരുടെ എന്താണ് ഏറ്റവും വലിയ തമാശ എന്ന് വെച്ചാൽ, ഇത്തരം ചെറിയ ചെറിയ ആളുകൾക്ക് അവരുടെ സ്ഥിരം വരുന്ന കസ്റ്റമേഴ്സിന്റെ നമ്പർ പോലും, പണ്ടൊക്കെ നമ്പർ മനസ്സിൽ ഓർത്തിരിക്കുക, ഇപ്പൊ ഫോണിൽ വെറുതെ കുറിച്ചിടാവുന്നേ ഉള്ളൂ, ഫോണിൽ പോലും നമ്പർ ഉണ്ടാവില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടം. നമ്പർ, പേര്, അവരെവിടെ വർക്ക് ചെയ്യുന്നു, അല്ലേ, അതൊക്കെ നമ്മളവരെ വർക്ക് ചെയ്യുന്നതും കാര്യങ്ങളും അറിയുമ്പോഴാണല്ലോ നമ്മളവരെ നോട്ട് ചെയ്തൊന്നും അവർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളത് അവരുടെ കാര്യങ്ങൾ പറയുമ്പോഴാണ്. ഇതുപോലും ഉണ്ടാവില്ല എന്ന സ്ഥിരം വരുന്നുണ്ടാവും. എനിക്ക് തന്നെ എൻ്റെ ഷോപ്പിലൊക്കെ ഇങ്ങനത്തെ ചില അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇന്ന ആളുടെ നമ്പറൊന്നും ഇവിടെ വന്നിരുന്ന മുമ്പൊരു കസ്റ്റമറാണ്, നമ്മൾ ആ കസ്റ്റമറിന്റെ നമ്പറും ചോദിച്ചു കഴിഞ്ഞാൽ ഇനി വരുമ്പോൾ പറയാമെന്നാണ് പറയുന്നത്. കാരണം അതുവരെ അത് നോട്ട് ചെയ്തപ്പെട്ടിട്ടില്ല. ഇപ്പോഴാണ് നോട്ട് ചെയ്യാനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ വന്നത്. നമ്മുടെ ഫാമിലിയാണെന്ന് അവർ വിചാരിച്ചിട്ടില്ല. അതാണ് ഇതിൻ്റെ ഒരു ക്വാളിറ്റി ഇല്ലായ്മ എന്ന് പറയുന്നത്.
അപ്പോൾ നമ്മുടെ ഫാമിലിയാന്ന് വിചാരിക്കണം. എക്സാമ്പിൾ ഞാൻ ഒന്നുമില്ല, കൂടുതൽ പോകാനില്ല. ഇപ്പോൾ അനിഫ്ക അസർബൈജാനിൽ പോയി, അതിൻ്റെ ഒരു ഉദാഹരണം എന്ന് പറയുന്നത് ഒരു കമ്പനി അല്ലേ, ആ കമ്പനി അത്ര ഇമ്പോർട്ടൻ്റ് ആക്കി തരുന്നു, അനിഫ്കാക്ക് തരുന്നു. അതിൻ്റെ ഭാഗം അതിൻ്റെ ഇപ്പോൾ അസർബൈജാനിൽ പോകാന്ന് പറയുന്നതിൻ്റെ ഉപരി ആ ഇമ്പോർട്ടൻ്റ് തന്നു എന്നതുകൊണ്ടാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ കടകളിൽ വരുന്ന നമ്മുടെ നല്ല നല്ല കസ്റ്റമർ നമ്മുടെ ഫാമിലിയാണ് എന്ന് വിചാരിക്കുമ്പോൾ നമ്മുടെ ഫാമിലി നമുക്ക് എതിർക്കാൻ പറ്റും. എന്ത് പ്രതിസന്ധി വന്നാലും നമുക്ക് നമ്മുടെ ഫാമിലിനെ എതിർക്കാൻ പറ്റും ഇല്ല. നമ്മൾ എത്രത്തോളം കെയർ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നമ്മുടെ ഫാമിലി കെയർ ചെയ്യും. ആ രീതി അത് ട്രീറ്റ് ചെയ്യണം എന്നാണ് ഇതിൽ എനിക്ക്. പിന്നെ വേറൊരു ചില ഇതൊക്കെ ഉണ്ട്, നമ്മളെ അനുഭവങ്ങളിലൂടെ തന്നെ പോകുന്നത്. ഇന്ന ആള് കസ്റ്റമർ മോശമാണ്, ഇന്ന ആള് കസ്റ്റമർ വരുമ്പോൾ തന്നെ പറയും എന്താ വരുന്നു, ഇന്ന ആള് വരുന്നു, അങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കാം. ഇത് ആ മനസ്ഥിതിയോട് കൂടി ആൾ കയറി കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും ആ കസ്റ്റമർ ഡീലിങ്. അത് ഇപ്പം നിങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ മറ്റൊരു അലീഫ് വരുന്നു എന്ന പോലെ ഇവരൊക്കെ ഉണ്ടാക്കി, സാധാരണ നമ്മളെ ഷോപ്പിൽ സെയിൽസ്മാൻമാരുണ്ടാക്കിയിട്ടിരിക്കുന്ന പേര് ഇങ്ങനത്തെ ആളുകളാണ്. ഇതൊന്നും പറയില്ല. അപ്പൊ അവർ നല്ലൊരു മനുഷ്യൻ വരികയാണ്, അങ്ങനെയാണെങ്കിൽ ഇവരെ നല്ലൊരു ആളെ പേരിലേക്ക് കണക്ട് ചെയ്ത് പറയില്ലല്ലോ. കാരണം അവരെ ഫുൾ നെഗറ്റീവുകളുടെ ലിസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. എന്നിട്ട് അത് പറയും അയാൾ വന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ. ഞാൻ അവരോട് ചോദിക്കാറുണ്ട്, അങ്ങനെയെങ്കിൽ ഇയാളൊന്നും പർച്ചേസ് ചെയ്യാത്ത ആളാവണ്ടേ? നമ്മളടുത്ത് ഇയാൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നില്ല. വൈ? നമ്മൾ ആദ്യ ആളെ കുറിച്ച് നമ്മൾ കൺസേൺ വെച്ചു, ഇന്നതാണ് ആളെ, ഇന്നതാണ്. അങ്ങനെയെങ്കിൽ ഇയാൾ മറ്റു ഷോപ്പുകളിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നുണ്ട്, ആളെ കാര്യങ്ങൾ മുഴുവൻ ഭൂമിയിൽ ആൾ വാങ്ങുന്നുണ്ട്. എന്തുകൊണ്ട് നമ്മളെ കയ്യിൽ നിന്ന് വാങ്ങുന്നില്ല? നമ്മൾ കാണുന്നത് തന്നെ അവൻ അങ്ങനെയാണ്. ഇന്ന് വരെ ആ മൈൻഡ് സെറ്റ് മാറ്റാൻ നമ്മൾ നോക്കിയിട്ടില്ല. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ അറിയേണ്ടത്. ഇവരൊക്കെ എല്ലാവർക്കും നല്ലൊരു പോസിറ്റീവ് വശങ്ങളുണ്ട്, അത് നമ്മൾ കണ്ടെത്തിയിട്ട് അതിലേക്ക് കൊണ്ടുവരണം. അല്ലാതെ ആദ്യം ഒരു ബാഡ്ജ് കൊടുക്കുക, എന്നിട്ട് പിന്നെ എങ്ങനെ പിന്നെ ചെയ്യാം? നമ്മൾ കൾച്ചറാണ്, നമ്മൾ ബിൽഡ് ചെയ്യുന്ന കൾച്ചറാണ് ഇതെല്ലാം. നമ്മൾ ബിൽഡ് ചെയ്ത കൾച്ചറാണ്. ഞാനിപ്പോ എന്റെ ഷോപ്പിലകത്തൊക്കെ ഉണ്ട്, ഇത്തരത്തിലുള്ള വാക്കുകൾ പോലും ഉപയോഗിച്ചാൽ ഫൈൻ കൊടുക്കുന്ന രീതിയിലേക്കാണ് ഞാനിത് ക്രിയേറ്റ് ചെയ്തിരുന്ന സിസ്റ്റം കൊണ്ടുവന്നിട്ടുള്ളത്. കസ്റ്റമറിനെ കുറിച്ച് മോശമായിട്ട് സംസാരിക്കുക, മോശമായിട്ട് ഇറങ്ങിയതിന് ശേഷമായാലും ഇതൊക്കെ അത് ആ സംസാരം വന്നു കഴിഞ്ഞാൽ പോലും അവർക്ക് ഫൈൻ കൊടുക്കുന്ന രീതിയിലാണ് സിസ്റ്റം ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ സിസ്റ്റം അതിനാണ് സിസ്റ്റം എന്ന് പറയാം. എൻ്റെ ഷോപ്പിനകത്ത് ഇങ്ങനത്തെ സംസാരം പാടില്ല, ഇങ്ങനത്തെ ഒരു മോശമായ രീതിയിൽ സംസാരിക്കാൻ പാടില്ല. അതിന് ഉത്തരവാദി നമ്മളാണ്. അതെ, സെയിൽസ് പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊഡക്റ്റ് വിൽക്കുമ്പോൾ അത് എങ്ങനെങ്കിലും വിൽക്കുക എന്നുള്ളതല്ല, ലാഭകരമായിട്ട് വിൽക്കാൻ കഴിയുന്ന ഒരാളായിരിക്കണം. മനസ്സിലായില്ലേ? അപ്പോൾ ഈ വാക്കുകൾ, ഇത്തരത്തിലുള്ള ഉപയോഗങ്ങളൊക്കെ നമ്മുടെ ഉള്ളിൽ നെഗറ്റീവായിട്ട് കിടക്കുന്നതുകൊണ്ടാണ് ഇതെല്ലാം പുറത്തോട്ട് വരുന്നത്. അങ്ങനെയുള്ള ഒരാൾക്ക് അത് ലാഭകരമായിട്ട് വിൽക്കാൻ കഴിയില്ല. ഇനി ലാഭകരമായിട്ട് വിറ്റാൽ തന്നെയും അയാൾ ചിന്തിക്കുന്നത് ഞാൻ ഈ കസ്റ്റമറെ പറ്റിച്ചു, അതും നെഗറ്റീവ് തോട്ടാണ്. ഇപ്പോൾ 100 രൂപയുടെ 100 ദിർഹംസിൻ്റെ ഒരു പ്രൊഡക്റ്റ് അത് 110 വിൽക്കുന്നു. ഞാനപ്പോൾ അയാളോട് പറയാം 120 പറഞ്ഞു. എന്താണ്? അയാൾ വന്ന് നെഗോഷിയേറ്റ് ചെയ്താലോ 120 വിറ്റു. അപ്പോൾ അയാൾ നെഗോഷിയേറ്റ് ചെയ്യാതെ പ്രൊഡക്റ്റ് എടുത്തു. ഞാൻ ഇയാളെ പറ്റിച്ചേ. ഇതാണ് കോമൺ തോട്ട് എന്ന് പറയുന്നത്. ഈ ചിന്താഗതി ശരിയല്ല. അതെ, മനസ്സിലായില്ലേ? ആ ചിന്താഗതി എലിമിനേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ നെഗോഷിയേഷൻ ഉണ്ട് എന്നുള്ള എക്സ്പെക്ടേഷനിൽ നമ്മൾ കൂടുതൽ പൈസ പറയുമായിരിക്കും. അത് അയാൾ നെഗോഷിയേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്ന വാല്യൂ എന്ന് പറയുന്നത്, നമ്മൾ വിൽക്കാൻ വിചാരിച്ചിരിക്കുന്നത് 110-നാണ്. ആ 10 രൂപ അയാൾക്ക് റിട്ടേൺ കൊടുക്കുകയോ അല്ലെങ്കിൽ അതിന് വാല്യൂവിന് ഈക്വലൻ്റ് ആയിട്ട് ഒരു പ്രൊഡക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അയാൾ നാളെ തിരിച്ചു വരും. സുഖമായിട്ട് ചെയ്യാവുന്ന. എക്സീഡിങ് ദി എക്സ്പെക്ടേഷൻ. അഥവാ അങ്ങനെ ഒരു നെഗോഷിയേറ്റ് ചെയ്ത ഒരാളാണെങ്കിൽ, ഇപ്പൊ ഞങ്ങളൊക്കെ ബിസിനസ്സിലാണെങ്കിൽ എതിർ കേസ് കൊടുക്കാം, പല കാര്യങ്ങളും നമുക്ക് ആഡ് ചെയ്യാം. ഇനി അതിന് പുറമെ സർവീസുകൾ നമുക്ക് ആഡ് ചെയ്യാം. അതെ, അപ്പൊ എന്താണ് ഒന്നും കൂടി ഇതൊക്കെ സർവീസും കൂടെ അവർക്ക് കിട്ടുകയാണ്. അപ്പൊ അവർക്ക് നമ്മളോട് ഒന്നുകൂടി കണക്ഷൻ കൂടുകയേ ചെയ്യുള്ളൂ. തീർച്ചയായിട്ടും അങ്ങനെയാണ് നമ്മൾ പൈസ കൂടുതൽ വാങ്ങിക്കേണ്ടത്. കൂടുതൽ പ്രൊഡക്ട്സിലോട്ടുള്ള ഇത് വരുമാന മാർഗമായിട്ട് നമുക്ക് അതിനെ കാണാം. അല്ലാതെ കസ്റ്റമറെ പറ്റിച്ചിട്ടാവരുത് പൈസ ഉണ്ടാക്കുക. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. നിങ്ങൾ 100 രൂപയുടെ സാധനം അപ്പുറത്ത് 105-ന് വിൽക്കുന്നു, നിങ്ങളത് 125-ന് വിൽക്കാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ കൊടുത്തോളൂ, അതിൽ തെറ്റൊന്നുമില്ല. അത് കസ്റ്റമറെ പറ്റിക്കല്ല, അത് നമ്മൾ വിലയിടുകയാണ്. എൻ്റെ സമയത്തിന് ഇത്രയും വിലയുണ്ട്, അത് കിട്ടണമെന്നുണ്ടെങ്കിൽ 125 കൊടുക്കണം. പക്ഷേ 125 കിട്ടണം എന്ന് പറഞ്ഞാൽ 145 പറഞ്ഞിട്ട് നെഗോഷിയേറ്റ് ചെയ്യാതെ പോയിട്ട് ഇവനെ ഞാൻ പറ്റിച്ചേ എന്ന് പറയുന്നതിൽ അർത്ഥമില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ സെയിൽസ് പേഴ്സൺ എപ്പോഴും ഈ മൈൻഡ് സെറ്റിലായിരിക്കണം പോകേണ്ടത്.